നമസ്കാരം. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബീഹാറിലെ പുതിയതും പഴയതുമായ പാലങ്ങളും റോഡുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇന്നിനി പോകുന്നത് ഇവിടുത്തെ കുറച്ച് വീടുകളൊക്കെ കാണാനാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ച കൂടെ നമുക്ക് കാണാം. പട്നയിലെ കാഴ്ചകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ജോബിൻ ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ 6 വർഷത്തോളമായി. ഇപ്പോൾ വൈകുന്നേരം 5 മണിയായി. അതാണ് ഇത്ര തിരക്ക്. ഈ ഒരു ഭാഗത്തിന്റെ പ്രോപ്പർ പേരെന്താണ്? ഗാന്ധി മൈതാൻ. ഗാന്ധി മൈതാൻ, ഹാർട്ട് ഓഫ് പട്ന സിറ്റി. ഇവിടെ പട്നയിലത്തെ ഒരു പ്രധാന ഭാഗം ഇത് തന്നെയാണ്. ഇവിടെ ഒരുപാട് CNG ബസ്സുകളുണ്ട്. ഇവിടുത്തെ ഒരു പഴയ ക്രിസ്ത്യൻ സ്കൂളാണ്. 1940 ഉണ്ടായ സ്കൂളാണ്. ഇതല്ലേ ഹൈസ്കൂൾ? ബ്ലോക്ക് തുടങ്ങി. പിന്നെ ഇവിടുത്തെ പോലീസ് വണ്ടികൾ കൂടുതലും സ്കോർപിയോ ആണല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഗാന്ധി മൈതാൻ എന്നും കങ്കഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. അത് ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കങ്കഡ് പാർക്കിൽ സെർച്ച് ചെയ്താൽ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് കോളനിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോളനിയാണ് കങ്കഡ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? ആ ഏരിയ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ നല്ല നല്ല ഹോസ്പിറ്റൽസ്, കുറച്ച് നല്ല റെസിഡൻഷ്യൽ ഏരിയാസ്, ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. സൈക്കിൾ റിക്ഷകളൊക്കെ ഒരുപാടായി നമുക്ക് കാണാം. പിന്നെ ഈ ഭാഗത്തെ റോഡുകളൊക്കെ അടിപൊളിയാണ്. നല്ല റോഡുകളും പാലങ്ങളും ഉള്ളതുകൊണ്ട് യാത്രാ സുഖമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ 2 വീലേഴ്സിൻ്റെ ഇതൊക്കെ ശ്രദ്ധിച്ചു. അതായത് എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും അല്ലേ? നമ്മുടെ കേരളത്തെ പോലെ തന്നെയാണ്. നമ്മൾ നേരെ ഗുജറാത്തിൽ പോയ സമയത്ത് ഒരാൾ പോലും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഹെൽമെറ്റൊക്കെ ഇടുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ്, വെറുതെ ഫൈൻ അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. പട്നേൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ പാലങ്ങളാണ്. ഇപ്പം തന്നെ ഈ യാത്രയിൽ ഞങ്ങൾ എത്ര പാലങ്ങൾ വഴി യാത്ര ചെയ്തു. പുതിയതും പഴയതുമായ പല പാലങ്ങൾ. രാജേന്ദ്രനഗർ നേരെയാണ്. കങ്കർ ബാഗ് എന്ന ഒരു കോളനിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ഹോസ്പിറ്റലുകളാണ് ഈ ഭാഗത്ത്. ഒരുപാട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണിത്. ചെറിയ ചെറിയ ധാബകളൊക്കെ കാണാം ഇവിടെ. ഈ പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ കൂടുതലായിട്ട് കാണുന്നൊരു വണ്ടി ഇതാണ്, ബാറ്ററി വണ്ടി. അതുപോലെ സൈക്കിൾ റിക്ഷയും കാണും. ചെറിയ പൈസയേ ഉള്ളൂ. കൂടുതലും ഷെയർ ചെയ്തിട്ടാണ് ഇതിലൊക്കെ യാത്ര ചെയ്യുക. ഈ പട്നയിലെ ആരോഗ്യ മേഖലയൊക്കെ എങ്ങനെയാണ്? പട്നയിൽ ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നല്ല നല്ല ഹോസ്പിറ്റൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ നമ്മൾ വളരെ വിരലിൽ നിന്നാവുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, നല്ല ഹോസ്പിറ്റൽസ്. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ ക്ലിനിക്കുകളും ചെറിയ ഫാർമസി സെറ്റപ്പ് ഹോസ്പിറ്റൽസിലൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഹോസ്പിറ്റലുകളിൽ ഇത്തിരി എക്സ്പെൻസീവാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽസ് എല്ലാം നല്ല വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസാണ് ഇപ്പോൾ ബീഹാറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതല്ലേ? പട്നയിലല്ലാതെ പുറത്ത് ബീഹാറിന് മറ്റു ഭാഗങ്ങളിലേക്ക് പോയാലോ? മറ്റു ഭാഗങ്ങളിലൊക്കെ ഹെൽത്ത് സിസ്റ്റം വളരെ മോശമാണ്. അത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല.
അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ഞാൻ അതുപോലെ വേറൊരു കാര്യം കൂടി ചോദിക്കും. നമ്മളിപ്പോൾ യാത്രക്കിടയിൽ നമുക്ക് വല്ല ഫുഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരുമല്ലോ. അപ്പോൾ പനിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകും. ഇപ്പോൾ അവിടെ ചെറിയ പൈസയിലുള്ളൂ. അതുപോലുള്ള എന്തെങ്കിലും സൗകര്യം? അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം ഓരോ ഗ്രാമങ്ങളിലൊക്കെയാണ് അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ ആയിരിക്കും ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം ഈ പറഞ്ഞ പോലെ അതിന് തക്ക യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഏരിയയിൽ ആ ഡോക്ടറുടെ വീടായിരിക്കും അവരുടെ ക്ലിനിക്ക്. അപ്പോൾ എന്തെങ്കിലും ആ ഗ്രാമത്തിലുള്ളവരൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഇപ്പോൾ നേരെ അവിടെ ചെല്ലുന്നു, അങ്ങനെ കാണുന്നു, അദ്ദേഹം കൊടുത്ത് മരുന്ന് കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മെഡിക്കൽ സിസ്റ്റം. പക്ഷേ സിറ്റിയിലോട്ടൊക്കെ ഇപ്പോൾ ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ലിട്ടി. ഇത് എന്തൊക്കെ വെച്ചിട്ട് ആക്കുന്നേ? ഇതൊരു കടലയുടെ പൊടിയാണ്. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന കടലയല്ല, വേറെ തരം കടലയുടെ പൊടി വെച്ചിട്ട് അത് സ്റ്റഫ് ചെയ്ത് ചുട്ടെടുക്കണം. ഇതാണ് ആ ഒരു സാധനം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് കേട്ടാ. ബീഹാറിന്റെ തനതായ ഒരു ഫുഡാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. കാരണം ഇവിടെ നിന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് നെയ്യാണ്. ഇത് നെയ്യാണ്. ടേസ്റ്റ് ചെയ്ത്. ഇതെന്താണ് ഈ സൈഡിലുള്ളത്? അത് അവരുടെ ഒരു പ്രത്യേക സോസാണ്. നമ്മുടെ സമ്പന്നീ പോലെ. എങ്ങനെയുണ്ട്? ഇതിന്റെ കൂടെ ഉള്ളത് ചട്നി ഉണ്ട്. ഇതൊക്കെയാണ് സവാളയൊക്കെ. ഇതിന്റെ അകത്ത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരുന്ന സംഭവം. കങ്കർബാഗ് കോളനീന്റെ അകത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കോളനി ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോളനികളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഏത് വഴി വേണമെങ്കിലും ഇതിന്റെ അകത്തൂടെ യാത്ര ചെയ്യാം. ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ 2 വീലർ അതിന് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ട്. പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഹെൽമെറ്റ് ഉണ്ട് ഇവിടെ. റോഡുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. പത്ത് വർഷം മുന്നേ ഈ ഭാഗമൊക്കെ ഒരു ചേരി പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് പിന്നെയും എല്ലാം മാറിയത്. അതായത് വെള്ളമൊക്കെ കയറുന്നൊരു ഏരിയ. ഈ സൈഡിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത്. ഫ്ലഡ് കയറാറുണ്ട് പട്ടണക്ക് അല്ലാതെ തന്നെ. ഫ്ലഡ് ഇവിടെ ഗംഗന്മാർക്കിൽ മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന സ്ഥലം. നോർമലി പട്ന ടൗൺ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ഏരിയ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ ഗംഗാ നദീന്റെ മേലെ കൂടെ പാലത്തിലൂടെ പോലും. അപ്പൊ ഗംഗയിലെ ഗംഗ ഇതിന് ഗംഗ എഫക്റ്റ് ആവാറുണ്ടോ ഈ പറയുന്ന പട്ടണ നഗരത്തിൽ? പക്ഷെ ഇപ്പൊ നമ്മളാ ഒരു മറൈൻ ഡ്രൈവ് പോയി. ആ മറൈൻ ഡ്രൈവ് ഗംഗയെക്കാട്ട് നല്ല ഉയരത്തിൽ പൊക്കിയതിന് ശേഷമാണ് ആ റോഡ് പണിതേക്കുന്നത്. അതിന്റെ ഒറ്റ ഗംഗ പൊങ്ങിയാൽ ഇപ്പുറത്തോട് വരാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് അവരത് പൊക്കിയത്. അതിനുശേഷം ഗംഗ ഇങ്ങോട്ട് വെള്ളം കയറുന്നത് കുറവാണ്. ഒരു പ്രതിരോധം തന്നെയാണ്. അതിനു മുമ്പ് എപ്പം മഴ പെയ്താലും ഗംഗ ഓവർഫ്ലോ ചെയ്ത് പട്ന സിറ്റിയിലോട്ട് കയറുമായിരുന്നു. ഒരു പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും ബ്ലോക്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ സിവിക് സെൻസ് കുറച്ച് കുറവാണ്. കാരണം എന്താ പറയുക, ഇവർ ഈ വണ്ടി എടുത്തിട്ട് ഇൻഡിക്കേറ്ററൊന്നും പ്രോപ്പറായിട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് വട്ടം വെക്കുക. ആക്സിഡൻറ്റുകൾ വളരെയധികം ഉണ്ടാവുന്നൊരു ഭാഗമാണ്. ഒരു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കാം. ഇത് ഈ ഒരു വഴി ഇപ്പം കടന്നു വരും. ഇത്രയും ബ്ലോക്കാണ്. എങ്ങനെ പോകാനാണ്? ടോട്ടലി പെട്ടു. ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സാണേ. ആംബുലൻസ് ഇതാ
ആംബുലൻസിന് പോവാൻ വഴിയൊരുക്കുന്നുണ്ടാ? നിങ്ങളൊന്ന് നോക്കിയേ. ആംബുലൻസ് അവിടെ കിടക്കും, ഒരാൾ പോലും അവിടെ നനങ്ങി കൊടുക്കുന്നില്ല. ഇതിപ്പോ നമ്മളെ കേരളത്തിലാണെങ്കിലോ ആൾക്കാർ ഇറങ്ങി അതിന് സ്ഥലാക്കി കൊടുക്കും. ഇതാണ് മെയിൻ വ്യത്യാസം. ഞങ്ങളില്ലാതെ പോയി അടിക്കുന്നു. അതിന് പോവാൻ വഴിയില്ല. എങ്ങോട്ട് പോകും? ഇവിടെയൊക്കെ വേണമെങ്കിൽ ആംബുലൻസുകളൊക്കെ കയറി പോയാൽ മതി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആംബുലൻസിൽ ക്യാമറ ഉണ്ടാവും. അതിലിപ്പം നമ്മളൊന്ന് വഴിമാറി കൊടുത്തില്ലെങ്കിൽ എന്തായാലും നാളത്തെ ഒരു ഓൺലൈൻ മീഡിയയിൽ എന്തായാലും വരും. പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളായി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ ക്യാമറയിൽ പതിയല്ലോ, വ്യത്യാസം തന്നെ നിയമപരമായിട്ട് തന്നെ നമുക്ക് കേസൊക്കെ വരും. അത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു എന്താ പറയാ, അതിലൊരു ജീവൻ ഉണ്ടാവുമല്ലോ, ആ ജീവന് ഒരു വില പോലും കൽപ്പിക്കുന്നില്ല. കാരണം ആംബുലൻസിന് ആരും വഴിയൊന്നും കൊടുക്കണ്ടേ? ആംബുലൻസ് ഇപ്പൊ ഇതിന്റെ മുന്നിൽ പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ ബസ് ഉണ്ട്, ഓട്ടോ ഉണ്ട്, എല്ലാം ഇങ്ങനെ. ഇവിടെ ഈ പാലത്തിന്റെ വർക്ക് കാരണം റോഡിന്റെ വീതി അത്രയും കുറവാണ്. ഞങ്ങള് നേരത്തെ ആംബുലൻസിന്റെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതല്. ചേട്ടൻ കണ്ടില്ല ആംബുലൻസ്? ഞാനത് അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞതായിരുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു, ഈ തിരക്കിനിടയിൽ ആംബുലൻസിന് പോവാൻ ഒരു നിർവാഹവും ഇല്ല. അതെ, അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ അതിനകത്തൊരു എമർജൻസി എന്നൊരു കേസാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതായത് ഇവിടെ ആൾക്കാർ ആരും മാറിക്കൊടുക്കൊന്നുമില്ല അല്ലേ? ഒട്ടും മാറില്ല. ഇപ്പൊ ഈ ബ്ലോക്ക് ഓപ്പൺ ആവുകയെന്ന് വെച്ചാൽ ആംബുലൻസ് ആര് വന്നെന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന വണ്ടി എങ്ങനെയും മാറില്ല. ഒരു മാനുഷിക പരിഗണനയില്ല. അപ്പൊ പക്ഷെ നേരെ കുറച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലുണ്ടല്ലോ അറിയാലോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലാത്ത ഒരു ഇതില്ല എല്ലാവർക്കും. അതിപ്പം നമ്മുടെ നാട്ടിലങ്ങനെ ഒന്നും നോക്കൂലല്ലോ. അതാണ്. പക്ഷെ ഇവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. അത് ഇതിപ്പോ അവർക്ക് കണ്ണിച്ചോറയില്ല അങ്ങനൊന്നുമല്ല. അങ്ങനെയല്ല ഞാൻ അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. വേണമെങ്കിൽ പോയാൽ മതി എന്നൊരു ഇത്രയും. ഈ ബ്ലോക്കിൽ തന്നെ കിടക്കാൻ തുടങ്ങി ഒരുപാട് നേരമായി. അനങ്ങുന്ന ലക്ഷണമില്ല. പട്ന മെട്രോന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു പാലാണ് മുകളിൽ. കുറച്ച് വർഷങ്ങൾ കഴിയും ഇതിനിപ്പോ ഓപ്പൺ ആവാൻ. പട്ന മെട്രോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പട്ന മെട്രോ രണ്ട് ടൈപ്പ് മെട്രോ ആണ്. നമ്മുടെ ഈ മറ്റേ മേളിക്കുടിയുള്ള മെട്രോ ആണ്. ഇവിടെ മേളിക്കുടി ഉണ്ട്, അണ്ടർഗ്രൗണ്ടും ഉണ്ട്. മേളിക്കുടി പോകുന്ന മെട്രോ ചില സ്ഥലങ്ങളിലെത്തും അണ്ടർഗ്രൗണ്ടിലോട്ട് പോകും. ചില സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും മേളിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. അങ്ങനെയാണ് ഇതിന്റെ. പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കും രാജേന്ദ്ര നഗർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കൊക്കെ മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പം ട്രെയിനിലൊക്കെ വന്നിറങ്ങുന്നവർക്ക് വളരെയധികം ഉപകാരമാവും. ഈ പട്ന മെട്രോയുടെ പാലം കണ്ടത് ഈ ഭാഗത്താണ്. എന്നാലും അപ്പം നമ്മുടെ ജംഗ്ഷൻ ഭാഗത്തൊക്കെ അടിയിലായിരിക്കും. ഇവിടെയൊക്കെ ഗാന്ധി മൈതാനം ആ ഏരിയയിലെല്ലാം അണ്ടർഗ്രൗണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലോക്ക് ആവുന്നത്. പിന്നെ മറ്റ് വണ്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എവിടത്തേക്ക് ഒതുക്കി കൊടുക്കാനൊരു സ്ഥലം വേണ്ടേ? പിന്നെ വൈകുന്നേരം കൂടെ ആയല്ലോ, അതിന്റെയും കൂടി തിരക്ക് എന്തായാലും ഉണ്ടാവും. ഒരുപാട് സൈക്കിൾ റിക്ഷകളും അതുപോലെ തന്നെ ബാറ്ററി വണ്ടികളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഈ ബസ്സില്ലേ, ഇത് CNG ആണ്. CNG വണ്ടികൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ കാണാം. ഇപ്പൊ ഇവിടെയൊക്കെയാണ് ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇത് തിരക്കേറിയ ഒരു ഭാഗം. അതെ വൃത്തിയില്ലായ്മ. പക്ഷേ എന്നാലും കഴിക്കുമല്ലോ ഇവിടെ. ഒരുപാട് പേര് അതിന്റെ മുന്നിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്.
മെയിനായിട്ട് ഈ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കൂടുതലും. ഫ്രണ്ടിൽ മഴ വീണ് കഴിഞ്ഞാൽ മുറ്റിന് ഇത്രയും കിഴക്കറ്റം വെള്ളം, അപ്പൊ അതിനകത്ത് ഈ വെള്ളം ഈ വണ്ടി പോകുമ്പോഴൊക്കെ വെള്ളത്തിന് തെറിക്കും. ആ ഫുഡിലേക്ക് തന്നെ. ഇവർക്ക് പിന്നെ ഹൈജീൻ ഒന്നും ഒരു വിഷയമേ അല്ല. ഇനിയിപ്പോ മെട്രോ നേരെ അണ്ടർഗ്രൗണ്ടിലേക്കാന്ന് തോന്നുന്നു ഒന്നല്ലേ. ശരിക്കും പറഞ്ഞിട്ടില്ല, നമ്മള് അവരെ പറയില്ലേ ഹൈജീൻ ഇല്ലാതെ, അത് അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ. കാരണം അത് അവരുമായിട്ട് അവര് പൊരുത്തപ്പെട്ടു, അവരുടെ ആ ഒരു ജീവിതം. അതെ അതെ, നമ്മൾക്ക് ചിലപ്പോ അത് കാണുമ്പോ ഒരു എന്തോ ഒരു അവമതിപ്പ് തോന്നുകയാണ്. ഒരിക്കലും കുറ്റം. അതെ, അത് തന്നെയാണ്. അവർ ഗ്രാജുവലി ഡെവലപ്പ് ആവും. നമ്മൾ ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് ചിന്തിക്കുന്ന അതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളാണ്. കുളിക്കുന്നൊക്കെ കണ്ട ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്. എത്ര ആൾക്കാരാണ് ഇവിടെ. മഴയൊക്കെ വന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും പിന്നെ പറയണ്ട. ഫോൺ അടിച്ചാലും മാറില്ല ചിലര്. പട്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തായി കാണാം. ഇവിടെ മഹാവീർ മന്ദിർ. ഇനിയിപ്പോൾ ഇവിടെ മുതൽ നമുക്കും തിരക്ക് കിട്ടി തുടങ്ങി. ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്കാണ്. സെക്രട്ടേറിയറ്റ് ഇവിടെ തന്നെയാണ്. ഇപ്പം ഈ ബ്ലോക്കിൽ പെട്ടിട്ട് തന്നെ ഒരുപാട് നേരമായി. എയർപോർട്ട് നേരെ വിധാൻസഭ ഇതല്ലേ, ഇവിടെയാണ് സെക്രട്ടേറിയറ്റ്. ഇവിടുന്ന് എയർപോർട്ട് അടുത്താണല്ലേ. നമുക്ക് അവിടുന്ന് ടൈം ചെയ്യാം അല്ലേ. ഇവരുടെ നിയമസഭയൊക്കെ നടക്കുന്നത് സെക്രട്ടേറിയറ്റ് നിയമസഭയൊക്കെ ഒരുമിച്ചല്ലേ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലേ. നേരത്തെ ബീഹാറിലൊക്കെ നേരത്തെ ഈ സേഫ്റ്റി വലിയ വിഷയം ഉണ്ടായിരുന്നു. ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല ചേഞ്ചസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ പാലമില്ലേ, ഈ പാലത്തിന്റെ താഴെ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ വന്ന് കിടക്കുകയൊക്കെ ചെയ്യും. അതായത് രാത്രിക്ക് നല്ലൊരു തിരക്കുള്ള ഒരു ഭാഗത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. പല പാലങ്ങളുടെ അടിയിലാണ് ഇവർ എന്താ പറയാ താമസം നോക്കുന്നത് തന്നെ. എല്ലാരും ഈ ഭാഗത്തുള്ളവർ തന്നെ ആവണമെന്നില്ല അല്ലേ. ഈ വണ്ടികളൊക്കെ ഇതിലൂടെ കയറി വരുന്നത് കണ്ടോ. എന്റെ റോങ് സൈഡാണ്. എല്ലാരും റോങ് സൈഡ് അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ തട്ടി ഒന്ന് ഇതിലൂടെ വരുന്ന, ഒന്ന് ഇതിലൂടെ കയറി വരുന്ന. കാരണം അവര് പെട്ടെന്നാണ് ടേൺ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലല്ലോ അതില്. പിന്നെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നില്ലേ, പെട്ടെന്നൊരു ഹോൺ അടിച്ചാല് അവരൊരു നോട്ടമുണ്ട്. ഒരു വല്ലാത്തൊരു നോട്ടാ അത്. സൈക്കിൾ റിക്ഷ പോകുന്നതാ. നമ്മുടെ ഹോണൊക്കെ വെറുതെ അടിക്കാന്നേയില്ല, ഒരു കാര്യമില്ല. ഇത് മാറാനേ പോകുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ അതല്ലേ. ഇപ്പൊ പട്ന ജംഗ്ഷന്റെ മുന്നിലൂടെയുള്ള ആ ഒരു റോഡാണിത്. ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ ഇത്? ബസ്
എല്ലാം അവിടെ വരാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റത്തില്ല. അവിടുന്ന് അത് പിന്നെ വേറെ വഴിയാണല്ലേ? അല്ല, അവിടുന്ന് ആളെ ഇറക്കിയിട്ട് വേണം അണ്ടർഗ്രൗണ്ട് വഴി. അങ്ങനെ ഇങ്ങോട്ട് ഇനി എൻട്രി ഇല്ല. പോപ്പുലേഷൻ ഒരു രക്ഷയില്ല, ജനസംഖ്യ. പിന്നെ വേറെ കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, ഹോൺ അടിച്ചാലും ഇവര് മാറില്ല, അവരതിലൂടെ തന്നെ നടക്കും. ഫുട്പാത്ത് ഉണ്ടായാലും പോലും അവര് എല്ലാരും റോഡിലൂടെ തന്നെയാണ് നടക്കുക. ഈ ട്രെയിനൊക്കെ പെട്ടെന്ന് ഓടി പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം ഇല്ല ഇതിവിടെ വിളിച്ചു ഇച്ചിരി വലുതാക്കി. സ്പേസ് ഉള്ളത് പോലെ തോന്നിക്കുന്നുണ്ട് ഇപ്പൊ. എല്ലാം നിർത്തിയിട്ട വണ്ടികളാണ്. ഈ രണ്ട് സൈഡിൽ മുഴുവൻ ഓട്ടം. പക്ഷെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, പിന്നെ കേറാനുണ്ടാവും എന്തായാലും. പക്ഷെ എന്നാലും എത്ര കിലോമീറ്റർ ഇതുപോലുള്ള ബ്ലോക്ക്. എല്ലാവരും കുത്തിക്കയറ്റിയാണ്. പിന്നെ എന്തായാലും അവിടെ ബ്ലോക്ക് ആയ പിന്നെ പുറകിലുള്ള വണ്ടികൾ എന്തായാലും കേറൂലല്ലോ. ആ ചെറിയ ചെറിയ വണ്ടികളാണ് അതിലൂടെ കേറുന്നത് അല്ലേ? അത് കാരണമാണ് ഈ ബ്ലോക്ക് മാറാത്തത്. ട്രാഫിക് ഓഫീസറാണ്, എത്തിപ്പിടിച്ച് തല്ലിയാണ്. ഇതൊന്നും മൂവ് ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറ, ഇവിടുന്ന് ഇനി എങ്ങനെ പോവാനാ? അതിന്റെ ഇടയിലൂടെ ബസ്സും. ചുമ്മാ ഓട്ടോക്കാര് മറ്റേ ബാറ്ററി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടല്ലേ? ആരും ഇല്ല അതിന്റെ അകത്തൊന്നും. ഇവിടെ ഈ പാലം മുഴുവനും ബ്ലോക്ക് ആയിട്ടാണുള്ളത്. ഇതിന്റെ താഴെ അധികം ബ്ലോക്ക് ഇല്ല. നമ്മുടെ BSRTC വണ്ടിയാണിത്. ഞങ്ങളിനിപ്പോ നേരെ പോകുന്നത് രാജേന്ദ്ര നഗർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ്. അവിടത്തേക്ക് എത്താനാണ് ഇപ്പൊ പാടുപെടുന്നത്. ഈ മുന്നിൽ കാണുന്ന ഓട്ടോന്റെ മുന്നിൽ തന്നെ 4 പേരാണ് ഇരിക്കുന്നത്. ഇതിന്റെ പുറകിൽ വരെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ വണ്ടിന് മുന്നിൽ 3 ആള്. ചില വണ്ടിയിലൊക്കെ ഡ്രൈവർ പുറത്തായിരിക്കാറ്. പുറത്തല്ല, ഇങ്ങനെ. അല്ല, അപകടം വരില്ലേ അല്ലേ? എക്സ്പീരിയൻസ്ഡ് അല്ലേ? പക്ഷെ അവരെ കേറി കേറി പോകുന്ന കേട്ടോ. ഒരു പ്രശ്നമില്ല, അവരെല്ലാം അങ്ങ് സുഖത്ത് കേറി പോകും. പിന്നെ ചെറിയ തട്ടല മുട്ടലെല്ലാം എന്തായാലും ഉണ്ടാവും. അതെ, ആ വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത്. വെറുതെ സമയം പോവാ അല്ലേ? തട്ടി ഇവിടെ തട്ടിയല്ലേ?
സ്കൂട്ടർ ആണല്ലേ? ആ ബേക്കിലിരിക്കുന്ന പെണ്ണില്ലേ, ആ. പെണ്ണിനെ കാക്കാൻ വേണ്ടി വന്നിട്ട് ആ ഓട്ടോ അടിച്ചു. കണ്ടാ നോക്കുന്നത് നല്ല പറ്റിയിട്ടുണ്ടാവും. പിറകിലെ തോട്ടയെ കൊണ്ടിടിച്ചു. കുറച്ച് കഴിഞ്ഞാലേ അതിന്റെയൊക്കെ വേദന മനസ്സിലാവുള്ളൂ. അത് ഇപ്പൊ ഒന്നും തോന്നില്ല. തിരിവിന്റെ ബ്ലോക്കാണ്, പോലീസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു കാര്യമില്ല. അങ്ങനെ യാത്ര ചെയ്ത് രാജേന്ദ്ര നഗർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ടും കണ്ട ആ ചേട്ടനാണ്. ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞിനിപ്പം ഇവിടുന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. നമ്മളുണ്ടല്ലോ ഈ പട്ടണത്തെ പ്രധാനപ്പെട്ട ഒരു ചേരി ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. പക്ഷെ ട്രാഫിക് നമ്മളെന്താ പറയാ, അവിടെ എത്തിക്കാൻ പറ്റില്ല. ഭയങ്കര ട്രാഫിക്കാണ് ഉണ്ടായത്. അതെ, വരുന്ന വഴിക്കാനുണ്ടല്ലോ ഈ രാജേന്ദ്ര നഗർ റെയിൽവേ സ്റ്റേഷൻ എത്തിയത് പോലും നമുക്ക് ഓർമ്മയില്ല. കാരണം അത്രമാത്രം ബ്ലോക്കാരുണ്ടായത്. ഈ മുമ്പിൽ നിർത്തിയ ഓട്ടോക്കാരില്ലേ, ഓട്ടോക്കാർക്കൊക്കെ പോലീസ് വടിയൊക്കെ എടുത്ത് തല്ലുവാണ്. വല്ലാത്ത അനുഭവം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ബീഹാർ എത്തിയ ശേഷം പട്നയിൽ ഞങ്ങൾ 2 പേരും ഇതിന് മുന്നേ 2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഇപ്പോൾ വന്നു വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് രാഷ്ട്രീയപരമായാലും മതപരമായാലും പിന്നെ ഇവിടുത്തെ ടൂറിസം എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് ചേട്ടനിലൂടെ മാത്രമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ, യാത്ര ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ചേട്ടന് വിലപ്പെട്ട സമയം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ തവണ വന്ന സമയം മുതലേ ചേട്ടൻ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഒരു ബന്ധം 1 വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്, പട്നയിൽ തന്നെയാണ്. ഇനിയിപ്പോ ഇപ്പോഴും നാട്ടിലേക്കൊക്കെ ഉണ്ടോ? ഇനി ഓർമ്മയില്ല, ഡിസംബറിലൊക്കെ വരണമെന്നുണ്ട്. എന്നാ പിന്നെ പറ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇനി അടുത്ത തവണ പട്നയിൽ വരുമ്പോൾ അങ്ങനെയും കാണാം. തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ, വളരെ സന്തോഷം കണ്ടതിൽ. ഓക്കെ ഓക്കെ. എന്നാ ഓക്കെ. രാജേന്ദ്ര നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെയും പട്ന മെട്രോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കുകളാണ് ഇവിടെ ആയിട്ട് കാണുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമാണ്. രാജേന്ദ്ര നഗറിന്ന് ന്യൂഡൽഹിയിലേക്ക് തേജസ് രാജധാനിയിൽ ഒരു 1.5 യാത്രയായിരുന്നു അല്ലേ ഇത്? അത് അടിപൊളി യാത്രയായിരുന്നു. അപ്പം വീണ്ടും 1 വർഷത്തിന് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്തൊരു യാത്രയുള്ളത് ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ ബീഹാറിലാണ് ഉണ്ടായത്. ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പകർത്താനായി സാധിച്ചു. ഇനി ബീഹാറിനോട് വിട പറഞ്ഞ് അടുത്തൊരു സംസ്ഥാനമായ ജാർഖണ്ഡിലേക്ക് പോവുകയാണ്. ജാർഖണ്ഡിൻ്റെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ദിവസങ്ങളോട് ബൈ.